ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, മറിഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം ഇൻഫ്ലേഷൻ എങ്ങനെയാണ് ലൈഫ് ഇൻഷുറൻസിനെ ബാധിക്കുക എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഓരോ കാലഘട്ടം കഴിയുന്തോറും നമ്മളുടെ പണത്തിന്റെ മൂല്യത്തിനുള്ള വ്യത്യാസങ്ങൾ വരാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്കീമിനെ കുറിച്ചൊക്കെ ആലോചിച്ച് അതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ അത് നമ്മൾ കണക്ക് കൂട്ടുന്ന ഒരു 10-20 വർഷത്തിന് ശേഷം കിട്ടുന്ന ആ ഒരു തുകയെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ ഇന്നത്തെ നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചൊക്കെ ആയിരിക്കാം നമ്മൾ അതിന് വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെയ്യുന്നത്. അപ്പോൾ 10-20 വർഷം കഴിഞ്ഞിട്ട് അത് കിട്ടുമ്പോഴുള്ള ആ ഒരു തുക എന്ന് പറയുന്നത് അന്നത്തെ ഇൻഫ്ലേഷനൊക്കെ അനുസരിച്ചിട്ട് വരുമ്പോൾ ചിലപ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ അത് നമുക്ക് പര്യാപ്തമായ ഒരു തുകയാവില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളുടെ സ്കീമുകളെല്ലാം നമ്മൾ റിവ്യൂ ചെയ്യണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതനുസരിച്ചിട്ട് ഇത്ര വർഷം കഴിഞ്ഞ് അത് കിട്ടുമ്പോൾ എന്തായിരിക്കും അതിന്റെ മൂല്യം എന്നുള്ളതൊക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഇൻകം വർദ്ധിക്കുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് മാറുന്ന അനുസരിച്ചിട്ട് നമ്മൾ പിന്നെ പുതുക്കി ആ ഒരു സ്കീമിനെ പുതുക്കി വെക്കുക അല്ലെങ്കിൽ പുതിയതായിട്ട് ഒന്ന് സ്കീം അതിന്റെ കൂടെ ആഡ് ചെയ്യുകയൊക്കെ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് 10-20 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ആ തുകയ്ക്ക് നമുക്ക് പര്യാപ്തമായ തുക വാങ്ങാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെല്ലാവരും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് ഒക്കെ എടുക്കാറുണ്ട്. അതുപോലെ ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നത് തന്നെ നമുക്ക് അതിന് ഒരു മെച്യൂരിറ്റി എമൗണ്ട് കിട്ടാനും ഒപ്പം ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ഒരു പരിരക്ഷ എന്ന രീതിയിലും കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇല്ലാതെയാവുന്ന ആ ഒരു കാലഘട്ടം 10-20 വർഷമൊക്കെ കഴിഞ്ഞിട്ട് കുടുംബത്തിന് ആ കിട്ടുന്ന തുക എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ ഒരു പണത്തിന്റെ നമ്മുടെ കയ്യിലുള്ള ആ പണത്തിന്റെ അതനുസരിച്ചിട്ട് നമ്മുടെ ഇൻകത്തിനനുസരിച്ചൊക്കെ ആയിരിക്കാം നമ്മൾ എടുത്തു വെക്കുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അത് നമ്മുടെ കുടുംബത്തിന് അത് ഉതകുന്ന ഒരു പര്യാപ്തമായ ഒരു തുകയായിരിക്കുമോ കിട്ടുക എന്നുള്ളത് നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ മൂല്യം പണത്തിന്റെ മൂല്യത്തിനുള്ള വ്യത്യാസം അനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കുള്ള ഒരു ഇൻഷുറൻസ് സ്കീമുകളെല്ലാം ഒന്ന് റിവ്യൂ ചെയ്ത് നമുക്ക് കഴിയുമെങ്കിൽ അതിനെ കുറച്ചും കൂടി ടോപ്പപ്പ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ പുതിയ പോളിസിയിലേക്ക് മാറ്റി അല്ലെങ്കിൽ വേറൊരു പോളിസി കൂടെ ആഡ് ചെയ്ത് അങ്ങനെ നമുക്ക് ആ ഒരു തുകയെ പര്യാപ്തമാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എല്ലാവരും തന്നെ നിങ്ങളുടെ കയ്യിലുള്ള പോളിസികളെല്ലാം തന്നെ ഒന്ന് റിവ്യൂ ചെയ്യുക. നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന ആ തുകയുടെ മൂല്യം എന്തായിരിക്കും എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സ്കീമുകളെല്ലാം ഒന്ന് പുതുക്കുക അല്ലെങ്കിൽ പുതിയ സ്കീമുകൾ എടുക്കുക. ഇന്നിപ്പോൾ ഒരുപാട് നല്ല നല്ല സ്കീമുകൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള സ്കീമുകളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. കാരണം ഓരോ ഇൻഷുറൻസ് കമ്പനിക്കും അതിൻ്റെതായ ഓരോ വർഷത്തിലും അല്ലെങ്കിൽ കാലഘട്ടം മാറുന്ന അനുസരിച്ചിട്ട് പര്യാപ്തമായ സ്കീമുകൾ ഇറക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അത് അനുസരിച്ചിട്ട് നമ്മുടെ സ്കീമുകൾ നമ്മുടെ കയ്യിലുള്ള പോളിസികൾ അതനുസരിച്ചിട്ട് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പൊ എല്ലാവരും റിവ്യൂ ചെയ്യുക. ഇനി കൂടുതലായിട്ട് എടുക്കേണ്ടതുള്ളത് എന്താണ് അതിനൊക്കെ വേണ്ട ഗൈഡൻസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.